ഞങ്ങൾക്ക് സ്കാൻ ചെയ്യണമെങ്കിൽ ഇവിടെ വെന്റിലേറ്റർ റിമൂവ് ചെയ്യണം, എന്നിട്ടേ സ്കാൻ ചെയ്യാൻ പറ്റൂ. അത് സ്കാൻ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം എവിടെയാണ് നമുക്ക് ബ്ലീഡിങ് 40 യൂണിറ്റോളം ബ്ലഡ് ഇവിടെ ശരീരത്തിലേക്ക് ഇവർ കയറ്റിക്കുന്ന പറയുന്നത്. 40 യൂണിറ്റോളം ബ്ലഡ് ഇവിടെ ശരീരത്തിലേക്ക് കയറ്റി ബ്ലീഡിങ് നിൽക്കാൻ വേണ്ടി. എന്നിട്ടും ബ്ലീഡിങ് നിന്നില്ല. പിന്നെ പറയുന്നത് അവളെ ലിവർ, കിഡ്നി ഒന്നുമില്ല, അതൊക്കെ ഡാമേജ് ആയിപ്പോയി. അത് ഒരു ദിവസം കൊണ്ട് വളരെ കിഡ്നിയും ലിവറും ഒക്കെ ഡാമേജ് ആയിപ്പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പോൾ ആദ്യത്തെ പറഞ്ഞാൽ നമ്മൾ CT സ്കാൻ എടുക്കുക. അപ്പൊ അതിനുള്ള ഇതാണ് ഞങ്ങൾ ചെയ്യാനുള്ളൂ എന്ന് പറഞ്ഞ് ഇവർ പോയി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു ഡോക്ടറിനോട് വന്ന് പറഞ്ഞ് ഞാൻ ICUലെ ഡോക്ടറാണ്, ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ അറ്റാക്ക് വന്ന് 10 മിനിറ്റ് ശരീരം ഒന്നും പ്രതികരിച്ചില്ല. പിന്നെ ഞങ്ങൾ ട്രൈ ചെയ്ത് വീണ്ടും ജീവൻ തിരിച്ചെടുത്തിട്ടുണ്ട്. അത് ഇനി ഒന്നും കൂടി അത് ഒന്നും കൂടി ഇത് നമ്മൾ ചെയ്താൽ എവിടെയാണ് ബ്ലീഡിങ് എവിടെയാണ് വരുന്നതെന്നൊക്കെ നോക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പിന്നെയും വീണ്ടും വന്ന് പറഞ്ഞോട് ഇത് തന്നെയാ സ്ഥിതി, അവിടെ ജീവൻ പോയി, കുട്ടി മരിച്ച്. അത് ഞങ്ങൾ 10 മിനിറ്റ് കൊണ്ട് ഔദ്യോഗികമായിട്ട് പറഞ്ഞതാണ്. അപ്പം ഇതെല്ലാം ഈ MMCയിലുള്ള പിന്നെ ഇവരെ എത്തണമെങ്കിൽ ഇവർക്ക് അറിയാം, ഈ MMCക്കാർക്ക് അറിയാം. 10 ലക്ഷം രൂപ ഞങ്ങളോട് പറഞ്ഞ MMCക്കാർക്ക് അറിയാം. ഇവിടെ അവിടെ കൊണ്ടുവന്ന ആംബുലൻസിന്റെ പൈസ മാത്രമേ ഇവർക്ക് ചെലവാകും, അത് മാത്രമേ അവർക്ക് ചെലവാകുന്നുള്ളൂ. അവർക്ക് കറക്റ്റായിട്ട് ബോധ്യമുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഡോക്ടർമാർ ഇതിൽ യൂറിൻ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ ഇവർക്ക് അണുബാധം കയറാൻ കട്ടിയിൽ മാത്രം ഞങ്ങൾ വെന്റിലേറ്ററിൽ വെച്ചതാണ്, കൃത്രിമശ്വാസം കൊടുത്തതാണ്. ഇപ്പോൾ ആൾക്കാർ വന്ന് കാണുമ്പോൾ അണുബാധയൊക്കെ ഉണ്ടാവുന്ന അവസരം ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ വെന്റിലേറ്ററിൽ വെച്ചതാണ്, ഒരു കുഴപ്പമൊക്കില്ലാണ്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ വരെ ഇവർ ഒരു 3-4 മണിക്കൂർ 5 മണിക്കൂർ ഇടവിട്ടിട്ടൊക്കെ ഞങ്ങൾ കാണിക്കുന്നുണ്ട്. 2 പ്രാവശ്യം ഞങ്ങൾ കാണിച്ചു. അപ്പോൾ ഇവിടെ ഒരു ബോധം ഇത് പിന്നെ ഉള്ളിൽ കയറ്റിയതന്നെ, ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിൽ കയറ്റിയതിനു ശേഷം നമുക്ക് ബോധം വന്നില്ല. വേദന കൊണ്ട് ഛർദ്ദിക്കാൻ തുടങ്ങി. അപ്പോൾ ഒക്കെ ഇവര് പറഞ്ഞു ചൂടുവെള്ളം കൊടുത്താൽ മതി, ഒരു കുഴപ്പമില്ല. അങ്ങനെ വൈകുന്നേരം 7 മണി ആയപ്പോൾ ഈ ഡോക്ടർ എന്നോട് വന്ന് പറയുന്നത് ഒരു കുഴപ്പമില്ല, കുഞ്ഞൻ ഇറങ്ങി വന്നിട്ടുണ്ട്, നമുക്ക് സിസേറിയൻ വേണ്ട, നോർമൽ പ്രസവം ഉണ്ട്. ഈ പറഞ്ഞ ഡോക്ടർ ഉച്ചയ്ക്ക് 1 മണി തൊട്ട് ഇവിടെ വേദന കിട്ടി ഇങ്ങനെ അനുഭവിച്ചിട്ട് പുലർച്ചെ 3 മണി വരെ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഗ്യാപ്പിൽ വന്ന് എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്. ഞങ്ങൾ എന്നിട്ടും പറഞ്ഞു നിങ്ങൾ സിസേറിയൻ ചെയ്തോളി, അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. പുലർച്ചെ 3 മണിക്ക് വരെ ഇവരെ അവിടെ ഇട്ട് ഇവിടെ നിലവിളി 3 മണി വരെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അവർ പിന്നെ 3:30 ആയപ്പോ ഒരു കുഞ്ഞാള് കാണുന്നത് ഒരു മരുന്നിന്റെ ഒരു ഷീറ്റിന്റെ കൊണ്ടുപോകുന്നത്. ഇത് വേഗം 4ാമത്തെ ഫ്ലോറിൽ പോയി വാങ്ങിക്കൊണ്ടുപോവാ, സിസേറിയൻ ചെയ്യാൻ കൊണ്ടുപോകാ ഇവളാണ്. അന്നപ്പോ ഇവിടെ നിലവിളി ഇവിടെ നിന്നിട്ടും ഈ ഡോക്ടർ മുഖത്തേക്ക് നോക്കി വയറ്റത്ത് കൈ വെച്ചിട്ട് ഓ എന്നുള്ള സൗണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇവിടെ അന്നപ്പേക്ക് ഇവിടെ ശരിക്കുള്ള നിലവിളിയൊക്കെ നിന്നേക്ക് ഇവരൊരു സ്ട്രക്ചറിൽ വലിച്ചിട്ടിട്ട് ഒരു ഇതുമില്ലാണ്ട് മുകളിൽ കൊണ്ടുപോയി കൊണ്ടുവന്ന ആംബുലൻസിന്റെ പൈസ മാത്രമേ ഇവർക്ക് ചെലവാകും, അത് മാത്രമേ അവർക്ക് ചെലവാകുന്നുള്ളൂ. അവർക്ക് കറക്റ്റായിട്ട് ബോധ്യമുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഡോക്ടർമാർ ഇതിൽ അത്രയും അനാസ്ഥയും പിന്നെ ഈ ഡോക്ടർ ഇപ്പൊ ജാസ്മിൻ എന്ന് പറഞ്ഞ ഡോക്ടറെ പറയുക എന്നോട് വന്നിട്ട് അല്ലെങ്കിൽ ഒരു ഭർത്താവിനോട് അച്ഛനോടോ പറയേണ്ട ഒരു കഥയാണ്, മക്കൾ മരിച്ചു പോയി എന്നുള്ളൊരു പറയുന്നത് നമ്മളോട് പറയൂല ഒരാള്. അതൊരു ആജ്ഞാപിക്കും പോലെ പറയുന്നത്. ഇവിടെ ഗർഭപാത്രം പൊട്ടി ഉറക്കാം, മക്കൾ മരിച്ചു പോയി, സൈൻ ചെയ്ത് തരണം. അല്ലെങ്കിൽ മയത്തിലൊക്കെ പറയുമ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് എന്തെങ്കിലും പറ്റിപ്പോയാലോ ഇവർക്ക് എന്തോ ഒരു പ്രശ്നമില്ല. അവർക്ക് മരിച്ചു എന്നുള്ളതൊന്നും നോക്കുക ഒരു വിഷയമല്ല, ഡോക്ടർക്ക് ഒരു വിഷയമല്ല. മരിച്ചാലും പോയി, മരിച്ചില്ലെങ്കിലും അവർക്ക് നോക്കി കിടക്കാം. അത് എല്ലാവർക്കും അറിയാം. ഇവിടെ ഇപ്പം 3ാമത്തെ സംഭവമാണ് നമ്മളെ ഈ ഏരിയ കൂടെ തന്നെ 3ാമത്തെ സംഭവമാണ് ഈ ഡോക്ടറെ അടുത്ത് പറ്റുന്നത്. ഈ MMCക്കാർ എന്തെങ്കിലും ഒന്ന് നോക്കാണ്ട് ഇവരിങ്ങനെ ലീവിലുള്ള ഡോക്ടർ എന്ന് പറഞ്ഞോളെ. അപ്പൊ ഇത് എന്തെങ്കിലും ഒന്ന് അന്വേഷിക്കണ്ടേ? ഡോക്ടർമാരെ എടുക്കുമ്പോ ഇത് അവർക്ക് ഒരു ഇങ്ങനത്തെ ഒരു പാസ്റ്റ് ഉണ്ടോ, കഴിഞ്ഞ പോയ കാലത്തോ അവരെന്താണ് സ്ഥിതികളൊന്നും അന്വേഷിക്കട്ടെ. അല്ലെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും, ഒരു ഡോക്ടർമാർ ഇത്രയും ഡോക്ടർമാർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഈ സംഭവങ്ങളൊന്നും അറിയാണ്ട് അവർ എടുക്കൊന്നുമില്ല. അവർക്ക് അറിയാം. അവർക്ക് അന്ന് ഒന്നാമത് ഓണത്തിന്റെ തലേന്ന ദിവസം അതൊക്കെ നടക്കുന്നത്. അപ്പൊ ഡോക്ടർമാർ ഡ്യൂട്ടിയിലില്ല, ഏതോ പഠിക്കുന്ന ഡോക്ടർമാരെ അവിടെ ഇട്ടിട്ട് ഈ ചെറിയോളം അവിടെ ഒരു രാവിലെ ആയാലും പിന്നെ ഇവിടെ OP ഡോക്ടർ വരുമല്ലോ, അതുവരെ കിട്ടിയാൽ കഴിച്ചിലായി എന്നുള്ള അവസ്ഥയിലാണ് അവർ കണ്ടത്. കയറാൻ കടിയിൽ മാത്രം ഞങ്ങൾ വെന്റിലേറ്ററിൽ വെച്ചതാണ്, കൃത്രിമശ്വാസം കൊടുത്തതാണ്. ഇപ്പോൾ ആരെങ്കിലും ആൾക്കാർ വന്ന് കാണുമ്പോൾ അണുബാധയൊക്കെ ഉണ്ടാവുന്ന അവസരം ഉണ്ടാവും, അതുകൊണ്ട് ഞങ്ങൾ വെന്റിലേറ്ററിൽ വെച്ചതാണ്, ഒരു കുഴപ്പമൊക്കില്ലാണ്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ വരെ ഇവര് ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ ഇടവിട്ടിട്ടൊക്കെ ഞങ്ങളെ കാണിക്കുന്നുണ്ട്. 2 പ്രാവശ്യം ഞങ്ങൾ കാണിച്ചു. അപ്പോൾ ഇവിടെ ഒരു ബോധം ഇത് പിന്നെ ഉള്ളിൽ കയറ്റി തന്നെ
ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിൽ കയറ്റിയതിന് ശേഷം നമുക്ക് ബോധം വന്നില്ല. അതുവരെ നമുക്ക് ബോധം വന്നില്ല. അന്നപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നുണ്ട് ഇവിടെ വേറെ എവിടേക്ക് കൊണ്ടുപോകണം. അപ്പോൾ പറഞ്ഞു വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, ഇപ്പോൾ അവിടെ ഷിഫ്റ്റ് ചെയ്യുന്നത് ആണ് പ്രശ്നം. അതുകൊണ്ട് ഒന്നും ഷിഫ്റ്റ് ഒന്നും ചെയ്യേണ്ട, ഒരു പ്രശ്നമില്ല, നോർമലായി വരുന്നുണ്ട് എല്ലാം പറഞ്ഞ്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കഴിഞ്ഞ് ഞാനിങ്ങ് പോകുന്നു പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം പോലീസിനോട് പറഞ്ഞു പോസ്റ്റ്മോർട്ടം ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോയി. അത് കഴിഞ്ഞ് കുറച്ച് 11 മണിക്ക് ആയപ്പോൾ, ഉച്ചയ്ക്ക് 11 മണിക്കായി പറഞ്ഞു എൻ്റെ പെങ്ങൾ കയറി ഇവിടെ കാണേണ്ട ആവശ്യം പറഞ്ഞപ്പോൾ ഒരു അകത്തേക്ക് കയറ്റിയപ്പോൾ ഇവിടെ കണ്ണൊക്കെ ഒന്നായിട്ട് തള്ളിയിട്ട് ശരീരം മൊത്തം തടിച്ച് വീർത്തിട്ട് കറുത്ത് കിടക്കുന്നു, ഒന്നായി കറുത്ത് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചു ഡോക്ടറോട്, ഇതെന്താ സാറേ ഇങ്ങനെയാണെന്ന് ചോദിച്ചത്. അപ്പം ഡോക്ടർ പറഞ്ഞ അത് മരുന്നിൻ്റെ റിയാക്ഷൻ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ വരുന്നതെന്ന്. അപ്പം ഇവിടെ കുറച്ച് ഒരു ധൈര്യത്തോടെ തന്നെ ചോദിച്ചു, മരുന്നിൻ്റെ റിയാക്ഷൻ ഒന്നും ഇങ്ങനെ വരില്ലല്ലോ, ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ വരുമല്ലോ, നിങ്ങൾ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ കുട്ടിയല്ലേ, മരുന്നിൻ്റെ റിയാക്ഷൻ എന്താ, അതൊന്നും ഉണ്ടാവില്ലെന്ന് ചോദിച്ചു. അപ്പം നമുക്ക് പുറത്ത് പോയി സംസാരിക്കാന്ന് പറഞ്ഞ് ഇവരെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി നമുക്ക് പുറത്ത് പോയി സംസാരിക്കാനാണ്. പുറത്ത് പോയി പറയുന്ന സമയം കൊണ്ട് മൈത്ര ഞങ്ങളോട് അനുവാദം പോലും ചോദിക്കാതെ മൈത്രേന്ന് ആംബുലൻസ് അവിടെ എത്തിക്ക്. എത്തിയപ്പോൾ പിന്നെ ഇവര് കുറെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവരെല്ലാം അവിടെ പോയി ഉള്ളിൽ പോയി സംസാരിച്ച്. അപ്പം പറഞ്ഞെന്താ 3.5 ലക്ഷം റുപ്യാണ് ഫസ്റ്റ് ഇതിന്റെ ചെലവ് വരിക. അത് ഇവിടെ നോർമൽ ആക്കി എടുക്കണമെങ്കിൽ 10 ലക്ഷത്തോളം ആവശ്യമുണ്ട്. അപ്പം ഫസ്റ്റ് നമ്മൾ അവിടെ കെട്ടിയിട്ടുണ്ട് 3.5 ലക്ഷമാണ്, അത് ഞങ്ങൾ നിർവഹിച്ചോളാം. അപ്പം ബാക്കിയുള്ള പൈസ വീട്ടുകാർ കണ്ടെത്തണം. അപ്പം ഇവര് പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് എടുക്കാം, ഞങ്ങൾ അത്ര വലിയ ഒരു സാമ്പത്തികമില്ലാത്ത ആൾക്കാരാണ്. അപ്പം ഇവര് പറഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് മുഴുവൻ കുട്ടീനെ നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ കയറ്റിയത്, നിങ്ങൾ കുഞ്ഞൻ എന്തായാലും അത് മരിച്ച്, കുട്ടീനെ എങ്ങനെ ഞങ്ങൾ ഇവിടെ കയറ്റി, അതുപോലെ ഞങ്ങൾക്ക് തിരിച്ചു തരണം. അന്നപ്പോൾ അവർ അത് സമ്മതിച്ചിട്ട് ഇവർക്കറിയാം ഇവിടുന്ന് എത്ര ഇവിടെ ജീവിക്കൂ, അവിടെ എത്തുന്നവരെ ജീവനുണ്ടോ അല്ലെങ്കിൽ കൃത്രിമശ്വാസം കൊടുത്തിട്ടതാണോ എന്താ നമുക്കറിയില്ല. അവർ പറഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞ് സമ്മതിച്ച് മൈത്രയിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് എന്നോട് ഡോക്ടർ വന്ന് പറഞ്ഞ് ഇവിടെ സ്ഥിതി ഇങ്ങനെയാണ്, ഇവിടുന്ന് ഞങ്ങൾക്ക് സ്കാൻ ചെയ്യണമെങ്കിൽ ഇവിടെ വെന്റിലേറ്റർ റിമൂവ് ചെയ്യണം, എന്നിട്ടേ സ്കാൻ ചെയ്യാൻ പറ്റും. അത് സ്കാൻ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം എവിടെയാണ് നമുക്ക് ബ്ലീഡിങ് 40 യൂണിറ്റോളം ബ്ലഡ് ഇവിടെ ശരീരത്തിലേക്ക് ഇവർ കയറ്റിക്കുന്ന പറയുന്നത്. 40 യൂണിറ്റോളം ബ്ലഡ് ഇവിടെ ശരീരത്തിലേക്ക് കയറ്റി ബ്ലീഡിങ് നിൽക്കാൻ വേണ്ടി, എന്നിട്ടും ബ്ലീഡിങ് നിന്നില്ല. പിന്നെ പറയുന്നത് അവളെ ലിവർ കിഡ്നി ഒന്നുമില്ല, അതൊക്കെ ഡാമേജ് ആയി പോയി. അത് ഒരു ദിവസം കൊണ്ട് വളരെ കിഡ്നിയും ലിവറും ഒക്കെ ഡാമേജ് ആയി പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇപ്പോൾ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ CT സ്കാൻ എടുക്കുക. അപ്പോൾ അതിനുള്ള ഞങ്ങൾ ചെയ്യാനുള്ളൂ എന്ന് പറഞ്ഞ് ഇവർ പോയി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഒരു ഡോക്ടറിനോട് വന്ന് പറഞ്ഞ് ഞാൻ ICUവിലെ ഡോക്ടറാണ്, ഇവിടെ ഷിഫ്റ്റ് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ അറ്റാക്ക് വന്ന് 10 മിനിറ്റ് ശരീരം ഒന്നും പിന്നെ പ്രതികരിച്ചില്ല. പിന്നെ ഞങ്ങൾ ട്രൈ ചെയ്ത് വീണ്ടും ജീവൻ തിരിച്ചെടുത്തിട്ടുണ്ട്. അത് ഇനി ഒന്നും കൂടി ഒന്നും കൂടി ഇത് നമ്മൾ ചെയ്താൽ എവിടെയാണ് ബ്ലീഡിങ് എവിടെയാണ് വരുന്നതെന്നൊക്കെ നോക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പിന്നെ വീണ്ടും വന്ന് പറഞ്ഞോട് ഇത് തന്നെയാ സ്ഥിതി, അവളെ ജീവൻ പോയി, കുട്ടി മരിച്ച്. ജാസ്മിൻ ഡോക്ടർ വന്ന് എന്നോട് പറഞ്ഞ് കുട്ടി മരിച്ച് അമ്മേന്റെ ഗർഭപാത്രം പൊട്ടിപ്പോയി, അതിന്റെ കാരണത്താൽ കുട്ടി മരിച്ചുപോയി. ഇനിയിപ്പോ അമ്മേന്റെ ഗർഭപാത്രം റിമൂവ് ചെയ്താലേ അവളെ രക്ഷിക്കാനാവും, അതുകൊണ്ട് എനിക്ക് വേഗം സൈൻ ചെയ്ത് തരണം. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് അരമണിക്കൂർ മുമ്പ് വരെ എന്നോട് കുട്ടിക്കും അമ്മയ്ക്കും ഒരു കുഴപ്പമില്ലാന്നാണ് ഇവിടുത്തെ ഒരു മെയിൽ ഡോക്ടറിനോട് വന്ന് പറഞ്ഞത്. കുട്ടിക്കും അമ്മയ്ക്കും കുഴപ്പമില്ല, പിന്നെ എന്താ പെട്ടെന്ന് ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കുഞ്ഞ് മരിച്ചതിന്റെ കാര്യത്തിൽ ഞാൻ സൈൻ ചെയ്ത് തരില്ല. എനിക്ക് അവനോട് പറഞ്ഞു ഓളെ ജീവൻ രക്ഷിക്കണമെങ്കിൽ സൈൻ. ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങനെ മാത്രം അവളെ യൂട്രസ് റിമൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രം, കുഞ്ഞിന്റെ കാര്യത്തിൽ നിങ്ങൾ ആഡ് ചെയ്യേ വേണ്ട. അത് മരിച്ചത് എങ്ങനെയാണെന്നുള്ളത് പിന്നെ ഞാൻ നോക്കട്ടെ, നിങ്ങളിപ്പോൾ ജീവൻ രക്ഷിക്കാൻ പോലെ അത് യൂട്രസിന്റെ കാര്യം മാത്രം എനിക്ക് എഴുതി തരാൻ പറഞ്ഞു. അപ്പൊ അവര് നേരെ അതേ രീതി വന്ന് ഞാൻ സൈൻ ചെയ്ത് കൊടുത്ത്